ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു വെറൈറ്റി സുഹിയനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുഹിയൻ ഇഷ്ടമാണ്. നല്ല മധുരമുള്ള ഒരു പലഹാരമാണത്. ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ സുഹിയൻ്റെ റെസിപ്പി അധികം ആർക്കും അറിയാനിടയില്ല. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 1/2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി ഉഴുന്ന് ഒരു ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല ഫൈനായി അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അധികം വെള്ളം ചേർക്കാതെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഒരു ഉണ്ട ശർക്കര ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് തിളപ്പിച്ച് പാനിയാക്കി എടുത്തു. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് ഇതുപോലെ ഒരു ബൗൾ നിറയെ തേങ്ങ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി തേങ്ങ നന്നായി മൂപ്പിക്കാതെ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ശർക്കരപ്പാനി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ശർക്കരപ്പാനിയിൽ തേങ്ങ നന്നായി മിക്സായി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അധികം തണുത്തു പോവാതെ ചെറിയ ചൂടിൽ തന്നെ ഇതിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ചെറിയ ബോളുകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളവയും ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നും 10 ബോളുകളാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കടായി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് ഉഴുന്ന് മാവിൽ മുക്കി നന്നായി പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതും ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 2 സുഹിയനാണ് ഇട്ടത്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് നന്നായി ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒരു ബോൾ കൂടി മാവിൽ പൊതിഞ്ഞെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം ഇട്ട 2 സുഹിയനും റെഡിയായി. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ സുഹിയനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ സുഹിയൻ വളരെ ഈസിയായി തന്നെ നമുക്ക് ഉണ്ടാക്കാം. പുറം ക്രിസ്പിയും അകം സോഫ്റ്റും ജ്യൂസിയുമായ നമ്മുടെ സുഹിയനെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടമാവും. വൈകുന്നേരത്തെ ചായയോടൊപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.